ഒരു കുട്ടി 3 വയസ്സ് തൊട്ട് 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു ദിവസം ചുരുങ്ങിയത് 100 ചോദ്യം 300 ചോദ്യം വരെ ചോദിക്കുന്നവരാണ്. സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ 3 ചോദ്യം പോലും ഇല്ല. നിങ്ങൾ അതാ മനസ്സിലാക്കേണ്ടത്. ക്ലാസ് റൂമിൽ ചെയ്യുന്നത് ഡൊമസ്റ്റിക്കേഷനാണ്, മെരുക്കലാണ്. മെരുക്കിയെടുക്കുന്ന കുട്ടികളെ അടക്കിയിരുത്തുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രവർത്തനം. ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക, ഓടിച്ചാടി നടക്കേണ്ട കുട്ടികളാണ്. നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പരിപോഷിപ്പിക്കേണ്ടതും വികസിപ്പിക്കേണ്ടതുമായ കാലമാണ് ഈ കുട്ടിക്കാലം മുഴുവനും. അത് മുഴുവൻ ഈ ക്ലാസ് റൂമിനകത്ത് കുത്തിയിരുത്തി ഇങ്ങനെ ഇരിക്കാൻ പഠിപ്പിക്കും. ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ അന്നേരം മണി അടിക്കുമ്പോൾ എണ്ണിക്കും, മണി അടിക്കുമ്പോൾ ഇറങ്ങണം, പോകണം. ഇത് മുഴുവൻ ഈ ഫാക്ടറിയിൽ ജോലിക്ക് പോകാൻ ആളിനെ ഒരുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് ചാടിപ്പോയി അവിടെ പഠിക്കാതായി പോയവരാണ് പിന്നെ ഫാക്ടറി തുടങ്ങുന്നത്. അവിടെ ജോലിക്കാണ് ഈ പാർട്ടികൾ, ഈ ഇരിക്കുന്ന പാർട്ടികൾ എത്തുന്നത്. സ്കൂളും കോളേജും വിട്ടുപോയ ആൾക്കാർ എങ്ങനെങ്കിലും ജീവിക്കാൻ പഠിച്ചിട്ട് അവനൊരു ചായക്കട തുടങ്ങും. ചായക്കടയിലെ കണക്കെഴുതാനായിട്ട് ഈ പാർട്ടികൾ എത്തും. ഇതാണ് സംഭവം. അപ്പം നമ്മളിത് മനസ്സിലാക്കാനുള്ളത്, കംപ്ലീറ്റ് ഇനിഷ്യേറ്റീവ് ഇല്ലാതാക്കി കളയുന്ന ഈ സിസ്റ്റം ആണ് നമുക്ക് അഴിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കോളേജ് എന്നൊക്കെ പറയുന്നതൊന്നും വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. അതൊക്കെ ജയിലിന് പകരമുള്ളതാണ്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഈ കോളേജ് ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളിലൊക്കെ, അതായത് നമ്മുടെ രീതിയിലേക്ക് നമുക്ക് എന്താ പറയാ, എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? അതായത് ടോട്ടൽ സിസ്റ്റം മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടേം അല്ല, അങ്ങനെ കഴിയില്ല. ഇയാള് കാളവണ്ടി നന്നാക്കി കാറാക്കാവുന്ന എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ പറ്റത്തില്ല. സിസ്റ്റം വേറെയാ. ഇതുകൊണ്ടാണ് ഞാൻ ഈ ജനാധിപത്യം എന്താണെന്ന് ആദ്യമേ പറഞ്ഞത്. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ എന്താണ് കാറിന്റെ വീലുമായിട്ട് കാളവണ്ടി പോകുന്നതാണ്. അത്രയും ചെയ്യാൻ പറ്റും, അത്രേ കഴിയുള്ളൂ. അല്ലാതെ കാറുണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഈ മദർ ബോർഡാണ് കുഴപ്പം. അത് മാറിയേ പറ്റൂ. അതിന് പകരം ആ അടിസ്ഥാനം ആ സാധനം അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇവിടെ നടക്കുന്ന ഈ വിദ്യാഭ്യാസ നവീകരണം എന്ന് പറയുന്നത് മുഴുവനും ഈ കാളവണ്ടി നന്നാക്കല. ബേസിക് സിസ്റ്റം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ ആളുകളെ കുട്ടികളുടെ കേന്ദ്രം ഇന്ന് അധ്യാപകർക്ക് തൊഴിലെടുക്കുന്ന ജോലി ചെയ്യുന്ന ഇടമാണ് സ്കൂളും കോളേജും ഒക്കെ. അവിടെ കുട്ടികളില്ലാതാകുന്നതിനെ പറ്റി വിഷമിച്ചിട്ടാണ്, അവരുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അധ്യാപകരല്ല, അവർ ഈ പറയുന്ന പഴയ സിസ്റ്റം പഠിപ്പിക്കുന്നവരാണ്. കുട്ടികളെ കേന്ദ്രമാക്കിയ ക്ലാസ് റൂംസ് ഉണ്ടാക്കിയേ പറ്റൂ. അത് ഒരു സ്കൂൾ തുടങ്ങാൻ ഒക്കത്തില്ല നമുക്ക്. ഇപ്പം നിങ്ങളുടെ ഒരു സ്ഥാപനം എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ അവിടെ അവസാനം കുട്ടികൾ വരത്തില്ല എന്ന് മാത്രമേ നമുക്കുള്ളൂ. കാരണം ഇവിടെ പോയാൽ ജോലി കിട്ടാത്ത എന്തോ ഒരു സാധനം ഇവർ പഠിപ്പിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കും. അത് ഈ വീട്ടുകാരും പിന്നെ അങ്ങോട്ട് വിടത്തില്ല. അല്ലാതെ നിങ്ങൾ സ്കൂൾ തുടങ്ങിയാൽ എന്താണ്, ടാഗോർ തുടങ്ങിയില്ലായിരുന്നു വിശ്വഭാരതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് മ്യൂസിയം പീസായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ജെ കൃഷ്ണമൂർത്തി ഋഷി വാലി സ്കൂളെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പണക്കാരുടെ പിള്ളേരെ വിടും. കാര്യം അവർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും വരത്തില്ല, അവർ മാത്രമാണ് അവിടെ പോകുന്നത്. മേരി റോയ് ഇവിടെ പള്ളിക്കൂടം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, പരീക്ഷയൊന്നും ഇല്ലാതെ. അവിടെയും പണക്കാരുടെ പിള്ളേർ മാത്രമേ പോകത്തുള്ളൂ, മറ്റുള്ളവരാരും പോകത്തില്ല. സർ, മദർ ബോർഡിലെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർ ഫസ്റ്റ് ആയിട്ട്, ഇപ്പം സാറിന് അങ്ങനെ ഒരു ഇത് തരാണ്, ഒരു പവർ തരാണെങ്കിൽ സർ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ചേഞ്ച് എന്തായിരിക്കും? പവർ തരിക എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവ് വന്ന് നാട് നന്നാക്കുന്ന യുക്തിക്കകത്താണ് നിങ്ങൾ ആ ചോദ്യം തന്നെ ഫ്രെയിം ചെയ്തത്. അങ്ങനല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, പൗരന്മാരുടെ കുട്ടിയെ കേന്ദ്രമാക്കി ഉള്ള വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നുള്ളതാണ്. അത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ക്ലാസ് റൂമിനകത്ത് കുട്ടികളെ ഇരുത്തുന്ന യുക്തിയിലല്ലാതെ ഈ ഫാക്ടറിക്ക് വേണ്ടിയുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കുന്നതല്ല സ്കൂള് എന്നറിയേണ്ടത്. പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് അവരിലുള്ള കഴിവെന്താണെന്ന് കണ്ടെത്തുന്ന ഗൈഡ്സ് ഉണ്ടാകുന്ന ആൾക്കാരുടെ ഇടയിലാണ് വരുന്നത്. അപ്പം കുട്ടി കേന്ദ്രീകൃതമാണ്. ഈ കുട്ടിയാണ് നമ്മുടെ മുന്നേ വന്നിരിക്കുന്ന കുട്ടിക്ക് ചില കഴിവുണ്ട്, നമുക്കറിയാവുന്ന ചില കഴിവുകളുണ്ട്, വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ചില കാര്യത്തിനകത്ത് അവർക്ക് കഴിവില്ല, അത് കുഴപ്പമില്ല. പക്ഷെ കഴിവില്ലാത്ത ആരുമില്ല, വ്യത്യസ്തമായ കഴിവുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ആളിന് അപ്പം
കുട്ടിക്ക് അനുസൃതമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങുകയാണെങ്കിൽ വഴുതനങ്ങയുണ്ട്, വെള്ളയ്ക്കയുണ്ട്, തക്കാളിക്കുണ്ട്, ഇതെല്ലാം ഒരുപോലെ വളർത്താൻ ഒക്കത്തില്ല, വ്യത്യസ്തമായിട്ട് വളർത്തണം. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യലാണ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അതിനുള്ള അരങ്ങൊരുക്കുന്ന സ്ഥലമാണ്. അപ്പം കുട്ടി കേന്ദ്രീകൃതമാകും. ഇതാണ് വ്യത്യാസം. അപ്പം നമ്മൾ അതിനകത്ത് ഡിസ്ലെക്സിയ ഉള്ള അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ ഉള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ പഠന വൈകല്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പലതരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. പക്ഷെ അവരെയാണ് സെൻറ്റർ വരുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മൾ വെറുതെ നോക്കിയാൽ മതി, 6 വയസ്സായ വരെ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നു. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. 6 വയസ്സിൽ മാത്രം എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രസവിക്കുമോ? എന്തുവാ ഈ ചെയ്യുന്നത്? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഒരു കുഞ്ഞുണ്ടാകുന്നത് ചേട്ടൻ, അനിയൻ, അനിയത്തി ഇങ്ങനെയല്ലയോ നമ്മളുണ്ടാകുന്നത്. പല പ്രായത്തിലുള്ളവർ ക്ലാസ് റൂമിൽ ഇരിക്കാവുന്നതാണ്. ഇതൊക്കെ ഈ പഠിപ്പിച്ച് വേറെ ആൾക്കാരെ, ജോലിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യുക്തി കൊണ്ടാണ് 6 വയസ്സുള്ളവരെ ഒന്നിച്ചാക്കുന്നത്. കാരണം പഠിപ്പിക്കുന്നവർക്ക് സൗകര്യം. അതേ സമയത്ത് 6 വയസ്സുകാരനെ 5 വയസ്സുകാരനെയും 4 വയസ്സുകാരനെയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. 7 വയസ്സുകാരന് 5 വയസ്സുകാരനെ നോക്കാൻ പറ്റും. 7 വയസ്സുകാരനെ 10 വയസ്സുകാരനെ നോക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വ്യത്യസ്തമായ പ്രായമുള്ളവരായാലും ശരി, ചില വിഷയങ്ങളിനകത്ത് നേരത്തെ തന്നെ ചിലർക്ക് ഗ്രാഹ്യം കൂടുതൽ വരും. അവരെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ക്ലാസ് റൂം. ഈ കുട്ടിക്ക് എന്ത് കഴിവുണ്ട്, അത് വെണ്ടയ്ക്കാണോ വഴുതനങ്ങയാണോ എന്ന് കണ്ടെത്തുന്നതാണ് ക്ലാസ് റൂം എന്ന് ഞാൻ ഈ പറയുന്നത്. അതിനെ ഹോൺ എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്യുക, അത് ഹോൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഈ ക്ലാസ് റൂം നടക്കേണ്ടത്. അപ്പോൾ ഒരു 16-17 വയസ്സ് വരെ എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മുടെ ഇതിനകത്ത് വരാം. ക്ലാസ് റൂം എന്ന് പറയുന്നത് ഈ ഫാക്ടറി പോലെയാണ് ഇന്ന് സ്കൂള്. ഇതേപോലെ തന്നെ എല്ലാവരും കൂടെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തുകയാണ്. എന്തിനാണ് ഇത്രയും വലിയ ക്ലാസ് റൂമൊക്കെ, ഇത്രയും വലിയ സ്കൂളൊക്കെ എന്തിനാണ്? നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഒരു 16-17 വയസ്സ് വരെ ഈ കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് പോകാവുന്ന ഒരു ഡിസ്റ്റൻസിനകത്ത്, അവർക്ക് നടന്നു പോകാവുന്ന ഡിസ്റ്റൻസിനകത്ത് പല പ്രായത്തിലുള്ളവർ അവിടെ ഒന്നിച്ചുണ്ടായാൽ മതി. താഴെയുള്ള നിങ്ങൾ ആ കുട്ടികൾ എന്തിനകത്താണ് താല്പര്യമുള്ളതെന്ന് കണ്ടെത്തുന്ന ഇടമാണ് ക്ലാസ് റൂം എന്ന് നമ്മൾ ആദ്യം അറിയണം. ആ കണ്ടെത്തുന്ന സമയത്ത് വളരെ വേഗതയിൽ തന്നെ ചിലപ്പോൾ കണക്ക്, നമ്മുടെ ഈ ന്യൂറോൺസ് അനുസരിച്ചിട്ടാണ് അതിനകത്ത് അങ്ങനെയാണ് നമ്മൾ ടാലൻറ്റഡ് എന്നും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാവരും ഏതെങ്കിലും കാര്യത്തിലൊക്കെ ടാലൻറ്റഡ് ഉണ്ടാകും, അല്ലാതെ ഒന്നുമില്ലാത്ത ആരുമല്ല. അതിനകത്താണ് അവരെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, അവർക്ക് പോളിഷിന് കൊടുക്കേണ്ടത്. അപ്പോൾ കുഞ്ഞിനെ കേന്ദ്രീകൃതമായ ക്ലാസ് റൂം ആരംഭിക്കണം എന്നുള്ളതാണ് ഞാൻ ക്ലാസ് റൂം എന്ന് ഞാൻ പറയുമ്പോൾ വീണ്ടും നിങ്ങൾ ഈ ക്ലാസ് റൂം ആലോചിക്കരുത്. അവിടെ പലതരത്തിലുള്ള ആളുകൾ, പല പ്രായത്തിലുള്ളവർ. അപ്പം മുകളിലുള്ളവർക്ക് അന്ന് ഒരുപാടുമില്ലാതെ താഴെയുള്ളവരോട് പറഞ്ഞാൽ അപ്പോൾ അവർ കേൾക്കുകയും ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് നമ്മൾ പറഞ്ഞ പ്രായമുള്ള ഒരു അധ്യാപകർ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ മൂത്തവർ പറഞ്ഞാൽ 5 മിനിറ്റിനകത്ത് അനുസരിക്കും, ചെയ്യുകയും ചെയ്യും. എല്ലാ വീട്ടിലും നമ്മൾക്ക് കാണുന്നില്ലേ? കാരണം ഈ കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി കൂടെ വേണം. അപ്പോൾ പറഞ്ഞാൽ അപ്പം കേൾക്കും. അധ്യാപകരുടെ കൂടെ കളിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഈ ലോസ് അനുഭവിക്കത്തില്ല. ചെയ്യണമെന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ കുട്ടികളെ നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നതിനൊക്കെ ഒരു പാടുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ഈ എന്താണ് പണ്ടേ കുഞ്ഞാട് കൂട്ടം, ആട്ടും കൂട്ടം ഉണ്ടാക്കുന്ന പോലെയാണ് ഈ ആൾക്കാരെ ഉണ്ടാക്കുന്നത്. വല്ലവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഇറച്ചിക്ക് ബ്രോയിലർ ചിക്കനെ ഉണ്ടാക്കുന്ന പോലെയാണ് ഈ കുട്ടികളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണത് അങ്ങനെ ആയിപ്പോകുന്നത്. നമ്മൾ സ്റ്റണ്ട് ചെയ്യും, എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കത്തില്ല. തന്നെത്താൻ ലോകത്തിനെ കാണാനോ മനസ്സിലാക്കാനോ നമുക്ക്, നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. പഴയ കണക്കനുസരിച്ചിട്ട് തന്നെ 5 ഇന്ദ്രിയം ഉണ്ടെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ഇന്ദ്രിയങ്ങളെ പറ്റി പഠിക്കുന്ന സമയത്ത് 7-8 ഇന്ദ്രിയമുണ്ട്. അത് മാത്രമല്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കൂടുതലുണ്ടെന്നും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്ലാസ് റൂമിൽ എത്ര ഇന്ദ്രിയം ഉണ്ട്? കണ്ണും ചെവിയും കഴിഞ്ഞ്. അല്ല, നിങ്ങൾ എന്തെങ്കിലും മണത്ത് പഠിക്കുന്നതിനെ പറ്റി ഏതെങ്കിലും ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഉണ്ടോ? എന്താ ഈ ഇന്ദ്രിയം വേണ്ടേ? നിങ്ങൾക്ക് രുചിയെ പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഈ ക്ലാസ് റൂമിനകത്ത് ഒരു ചെടി എടുത്തിട്ട് ഇത് പുളിയാ എന്ന് പറയുന്ന സാധനം ക്ലാസ് റൂമിലുണ്ടോ? എന്താ ഇന്ദ്രിയം വേണ്ടാത്തത്? നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതുകൊണ്ടാണ് ഇതൊന്നും വേണ്ടാത്തത്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മൈക്രോസ്കോപ്പ് വയ്ക്കുമ്പോഴാണ് അതുവരെ കാണാത്തത് നമ്മൾ കാണുന്നത്. ഇതുപോലെ മറ്റ് ഇന്ദ്രിയങ്ങളുടെ മുന്നേ അതിനെ പരിശീലിപ്പിക്കുന്ന പോലും ഇല്ല, അതിന്റെ എക്സ്റ്റൻഷനെ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ചെവിയെ വെച്ചിട്ട് നമുക്ക് അൾട്രാസൗണ്ടിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പം
ആ സ്ഥലം മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് തൊട്ടറിയരുതോ? കണ്ണ് കാണാത്ത ഒരാൾക്ക് ഇതെല്ലാം തൊട്ടറിയാൻ പറ്റും. ആ തൊട്ടറിയാൻ പറ്റുന്ന സാധനം എന്തുകൊണ്ടാണ് എക്സ്റ്റൻഷൻ വരാതെ പോയത്? ഈ കണ്ണെന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ പ്രധാന സാധനമായിട്ട് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് മറ്റിന്ദ്രിയങ്ങളെ നമ്മൾ വികസിപ്പിക്കാത്തത്. നമ്മൾ വികസിപ്പിക്കണമെന്ന് ആലോചിച്ച് ഇതെല്ലാം വികസിപ്പിക്കാൻ പറ്റും. ഇതാണ് ക്ലാസ് റൂമിൽ നടക്കേണ്ടത്. ഇന്ദ്രിയങ്ങളെ എത്രയധികം വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിനെ പരമാവധി അറിയാനുള്ള മെക്കാനിസം. അപ്പം നമ്മൾ ഇന്ന് ഒരു ടീ ടേസ്റ്റ് ചെയ്യുന്ന ആളിന് ഭയങ്കര എന്താണ് പുറകെ നടക്കും ആൾക്കാർ. പക്ഷെ അത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടില്ല. വൈൻ ടേസ്റ്റ് ചെയ്യുന്നവര് ഇതെല്ലാം അപ്പം നാക്കിനൊക്കെ അവിടെ ഭയങ്കര വിലയാണ്. ഇത് അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരാളെ പോലാണ്. നമ്മൾ പരിശീലിപ്പിച്ചാൽ ആ പറയുന്ന എക്സലന്റ് ആയ ആളിന്റെ അടുത്ത് എത്തില്ലെങ്കിലും നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന അത്രയും അല്ലെ നമ്മൾ എന്താണ് ഷൂമാക്കറോ അല്ലെന്നുണ്ടെങ്കിൽ അൽഫോൺസോ ഒക്കെ ആകുന്ന പോലെ ഒന്നും വണ്ടി ഓടിക്കാൻ അറിയണമെങ്കിലും ബാക്കി വണ്ടി ഇടിക്കാതെ ഓടിക്കാൻ പഠിക്കത്തില്ല. ഇതുപോലെ നമുക്ക് നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റും. ഇത് ഒരൊറ്റ ഒരു സാധനമില്ല. അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആളുകൾ ഇപ്പം ഞാനിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പോയി വേറെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവൻ കാണാൻ പഠിച്ചേ പറ്റും. ഹൃദയസ്ഥമാക്കണം. ഈ സാധനം അക്ഷരം എഴുതാൻ തുടങ്ങിയ നമ്മൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അവിടെ കൊണ്ടുപോയി വായിച്ച് കേൾപ്പിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്ന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റും. അതിനിത് കാണാൻ പഠിക്കേണ്ട കാര്യമല്ലോ. അല്ലല്ല, അത് പറയല്ലേ, ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഞാനീ പറയുന്നത് ഈ സാധനം മനസ്സിലാകുന്നതിന് വേണ്ടിയായി പറയുന്നേ. ഇപ്പം മാറിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് തുടങ്ങാതെ അത് പറയാനല്ല. ഹൃദയസ്ഥമാക്കുക എന്ന് പറയുന്നത് അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളതാണ്. വാമൊഴിയായി പഠിപ്പിക്കുന്ന കാലത്തുള്ള സാധനമാണ് നിങ്ങൾ ഇന്ന് പരീക്ഷ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7000 വർഷം മുമ്പുള്ള വിദ്യാഭ്യാസമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ഷരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുക്കിനകത്ത് നമുക്ക് എടുത്ത് നോക്കിയാൽ പോരെ. അല്ല, ഇത് മുഴുവൻ കാണാൻ പഠിക്കേണ്ട ആവശ്യം. അത് പറയുന്ന കാര്യമല്ല, ഞാൻ ഈ വിഷയമായി പറയുന്നത്. ഞാൻ എന്താണെന്ന് ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞില്ല, കാളവണ്ടി നന്നാക്കാനായിട്ട് നടക്കുന്നിടത്ത് എത്തും. കാരണം അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്ന് തോന്നും. അങ്ങനെ അല്ലത്. ഈ കുട്ടികൾ പ്രധാനമായ ക്ലാസ് റൂം ആരംഭിക്കുമ്പോൾ അവരിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഒരു ഇന്ദ്രിയത്തിലൂടെയാണ് നമ്മൾ ലോകത്തിനെ അറിയുന്നത്. ഒരേ സാധനമാണ് ഈ അറിയുന്നത്. ഇതിനെ കാണുമ്പോൾ നമ്മൾ ഇരിക്കുന്ന പോലല്ല തൊടുമ്പം. ഇതേ സാധനത്തിനെ തന്നെ 2 രീതിയിൽ അറിയുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചം മുഴുവനും കൂടെ എന്തൊക്കെയാണെന്ന് അറിയാം, അവിടെ എന്തോ ഉണ്ട്. അതിനെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ വ്യത്യസ്തമായി നമ്മൾ അനുഭവിക്കുന്നു. അതിനെ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പം ആ നിലവാരത്തിൽ മനസ്സിലാക്കുമ്പോൾ എത്ര ഇന്ദ്രിയം ഉണ്ടോ അത്രത്തോളം വ്യത്യസ്തതയോടെ ഇതിനെ സങ്കീർണമായി അറിയും. പ്രപഞ്ചത്തിനെ തന്നെയാണ് അറിയുന്നത്, അല്ല വേറൊന്നുമല്ല. അപ്പം അതിനനുസരിച്ചിട്ടാണ് സാധ്യതകൾ. ഇതിനെ അറിയുന്ന ഈ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് മൂക്കുള്ള എന്താണ് പട്ടിക്കും ആനയ്ക്കും ഒക്കെ അതിൻ്റെ സെൻസ് എന്ന് പറഞ്ഞാൽ മണമാണ്. അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് തോമസ് അവിടെ നിൽപ്പുണ്ട്, ഇവിടെ രാമൻ നായരുണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് ഒരു പാടുമില്ല. നമ്മൾ ഇങ്ങനെ നോക്കണം. മറ്റേ ഇന്ദ്രിയം നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് കുറച്ച് മണക്കാനൊക്കെ പറ്റും, പക്ഷെ അത് ട്രെയിനിങ്ങോടെ കിട്ടുവാണെങ്കിൽ ഇതിനേക്കാളും മെച്ചമാണ്. അപ്പം അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ഇന്ദ്രിയങ്ങൾ കൂടുതൽ വികസിക്കാനായിട്ടുള്ള പ്രവണത ഉണ്ടാവുകയും ചെയ്യും. കാരണം അതിൻ്റെ ആ സ്ഥലത്തെ അതിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം മണക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം അപ്പം തന്നെ അത് കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള, അതാണ് ജീവന്റെ ലക്ഷണം. ഇന്ദ്രിയങ്ങൾ കൂടുതൽ വികസിപ്പിക്കുക എന്ന് പറയുന്ന മെക്കാനിസമാണ്. ദൈവം തമ്പുരാൻ തരുന്നതാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാകത്തില്ല ഞാൻ ഈ പറയുന്നത്. ഇത് അല്ല, അത് അങ്ങനെ, അതുകൊണ്ടാണ് അത് മനസ്സിലാകാതെ പോകുന്നത്. ഇപ്പം നമ്മൾ വെറുതെ നോക്കിയാൽ മതി. വെളിച്ചമുള്ളിടത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവി ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ വെള്ളത്തിനടിയിലൊക്കെ മീനെ ഈ താഴോട്ട് പോയിട്ട് ചെല്ലുമ്പോൾ ഈ കണ്ണ് അപ്രത്യക്ഷമായി പോകും. കുഴി മാത്രമേ കാണൂ. കാരണം കണ്ണ് വളരെ ചിലവുള്ളതാ. കണ്ണ് നിലനിർത്തുകയാണ്. വെളിച്ചം ഇല്ലാത്തടത്ത് കണ്ണിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് കണ്ണങ്ങ് ക്ലോസ് ചെയ്ത്.
എന്നിട്ട് മറ്റുള്ള ഇന്ദ്രിയങ്ങളാണ് വികസിപ്പിക്കുന്നത്. ഇത് ജീവൻ എപ്പോഴും ചെയ്യുന്നതാണ്. ഇതാണ് മാത്രമാണ് ഞാൻ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത്രയധികം ഇന്ദ്രിയങ്ങളുള്ള ഒരു ജീവിയായിട്ട് ആകെ 2 എണ്ണത്തിൻ്റെ മേളിലാണ് ഈ സകല പണിയെടുക്കുന്നത്. അപ്പം ഇന്ദ്രിയങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് ക്ലാസ് റൂമിൽ നടക്കേണ്ടതെന്നും ഈ കുട്ടി സവിശേഷമായ ഒരു ജനിതകമായി വന്നിരിക്കുകയാണ്. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല. അതുകൊണ്ട് ഒരാളോട് മുഴുവൻ അറ്റൻഷൻ കൊടുക്കുന്ന ആ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കുന്ന ക്ലാസ് റൂം എന്ന് ഞാൻ വീണ്ടും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്ലാസ് റൂം അല്ല ഞാൻ പറയുന്നത്. പലതരത്തിലുള്ള ഇനി അടുത്തത് ഉള്ള ആ അറ്റൻഷൻ കൊടുത്തിട്ട് ഇവരിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിട്ട് നീ ഇതിനകത്താണ് പഠിക്കാൻ പോകേണ്ടത് എന്ന് പറയുന്ന ഗൈഡ് കൊടുക്കുന്നതാണ് അധ്യാപകൻ. അപ്പം നിങ്ങൾ പറയുന്ന റിസർച്ച് ചെയ്യുന്ന സ്ഥലം ഈ നഴ്സറി ക്ലാസ്സിലാണ് സംഭവിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ ക്ലാസ് റൂം ഉണ്ടാകേണ്ടത് ഈ നഴ്സറിയിലാണ്. കാരണം ഈ കുട്ടിയിൽ എന്താണെന്ന് കണ്ടെത്തുന്നിടത്താണ്. ഇന്ന് നമ്മൾ അവിടെ മുഴുവനും പാവം പിടിച്ച കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഈ കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ സമയം മുഴുവൻ നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കതിരിലാണ് വളം വയ്ക്കുന്നത്. അവിടുന്ന് തുടങ്ങണം നമ്മൾ ഇതിനെ ടോപ്പ് ഹെവിയാണ് ഇപ്പം. അവിടെ അല്ല അത് വേണ്ടത്. ഈ നഴ്സറി എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ് PhD എടുത്ത ആൾക്കാർ വരേണ്ടത്, സൈക്കോളജിസ്റ്റുകൾ വരേണ്ടത്, ഹെൽത്തിനെ പറ്റിയുള്ള അറിവുള്ളവരുണ്ടാകേണ്ടത്. അവിടെയാണ് ആ കുട്ടിയുടെ ചുറ്റിനും ലോകത്തിലെ എല്ലാ വിഷയത്തിലുള്ള എക്സ്പെർട്ടുകൾ അവിടെയാണ് ഉണ്ടാകേണ്ടത്. പറയാൻ അനുസരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം 24 മണിക്കൂറും പറഞ്ഞാൽ അനുസരിക്കും. തന്നെ ചെയ്യാനൊക്കത്തില്ല. കാരണം ആ ഇനിഷ്യേറ്റീവാണ് ക്ലാസ് റൂമിൽ ഇല്ലാതാക്കി കളഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 300 ചോദ്യം ചോദിക്കുന്ന കുട്ടി 3 ചോദ്യം കൊടുക്കുന്നതാണ് ക്ലാസ് റൂം.